നമസ്കാരം. എഡ്യൂസോണിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നിങ്ങൾക്ക് സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, കൃത്യമായിട്ട് നോട്ടുകൾ എഴുതുന്നുണ്ടായിരിക്കും. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവെച്ച നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ടോപ്പിക്ക് റൈറ്റ് ടു സർവീസ് അഥവാ സേവനം അവകാശം. സേവനാവകാശ നിയമത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കുക. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ ഓഫീസിൽ കൃത്യമായിട്ട് ചില സേവനങ്ങൾ നമുക്ക് ലഭിക്കണം. ഉദാഹരണത്തിന്, നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ആ വില്ലേജ് ഓഫീസിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭിക്കാനുണ്ട് അല്ലേ? ഇൻകം സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കാറുണ്ട്. ഒരുപാട് പേപ്പറുകൾ നമുക്ക് റെഡിയാക്കാറുണ്ട്. ആധാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് റെഡിയാക്കാൻ നമ്മൾ സാധാരണ വില്ലേജ് ഓഫീസിൽ പോകാറുണ്ട്. ഇങ്ങനെ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കണം എന്നൊരു നിയമമുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയതെങ്കിൽ ആ ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി ഇത്ര ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസർ ആ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം എന്ന നിയമം നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നിലവിലുണ്ട്. അതാണ് റൈറ്റ് ടു സർവീസ്, സേവനം അവകാശം. ഈ സേവനാവകാശം അവിടുത്തെ ആ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അവകാശം കൃത്യമായ സമയത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്തുകയും ആരാണോ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പിഴ അടക്കേണ്ട അവസ്ഥയും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതാണ് റൈറ്റ് ടു സർവീസ്, അതല്ലെങ്കിൽ സേവനാവകാശം. ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകണം എന്നുള്ളത് കൃത്യമായിട്ട് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നുണ്ട്. ആ സമയത്തും കൊണ്ട് അതാത് ജനങ്ങൾക്ക്, ആ ഓഫീസിന് കീഴിലുള്ള ജനങ്ങൾക്ക് നിർബന്ധമായിട്ടും ആ സേവനം ലഭിച്ചിരിക്കണം. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമുക്ക് വേണ്ടത് ജാതി സർട്ടിഫിക്കറ്റും അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റുമാണ്. പക്ഷേ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ് മാത്രമേ തന്നതുള്ളൂ, വരുമാന സർട്ടിഫിക്കറ്റ് തന്നതില്ല. അങ്ങനെ പറ്റൂല. കൃത്യമായിരിക്കണം. അഥവാ നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത്, നമ്മൾ രേഖകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സേവനം ഗവൺമെൻറ് പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നിർബന്ധമായിട്ടും ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കണം. അതാണ് റൈറ്റ് ടു സർവീസ്. വളരെ ഈസിയാണ്, അത്ര വലിയ സംഭവമായിട്ട് കാണുന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. റൈറ്റ് ടു സർവീസ് അഥവാ സേവനം അവകാശം. മനസ്സിലാവുണ്ടല്ലോ? നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ എഴുതേണ്ട നോട്ടുകളെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൃത്യമായിട്ട് നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് എഴുതാം, ഹെഡിങ് എഴുതാം, റൈറ്റ് ടു സർവീസ്, സേവനം അവകാശം. എന്തൊക്കെയാണ് അതിലെഴുതേണ്ടത് നോക്കിക്കോളൂ. റൈറ്റ് ടു സർവീസ് അഥവാ സേവനം അവകാശം. ആദ്യം മലയാളം മീഡിയം പറയാം. റൈറ്റ് ടു സർവീസ്, നോട്ടുകൾ കൃത്യമായിട്ട് താഴോട്ട് പോയിൻ്റാക്കി എഴുതാം. ഒന്നാമത്തെ പോയിന്റ്, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണിത്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു. മൂന്നാമത്തെ പോയിന്റ്, അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലയളവിൽ നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പിഴ നൽകേണ്ടി വരും. നാലാമത്തെ പോയിന്റ്, ഈ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും ജനങ്ങളെ സഹായിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് റൈറ്റ് ടു സർവീസിൽ, സേവനം അവകാശത്തിൽ മലയാളം മീഡിയം. ഇംഗ്ലീഷ് മീഡിയം നോക്കുക. ഫസ്റ്റ് പോയിന്റ്, റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസസ് ടു ദ പീപ്പിൾ. സെക്കൻഡ് പോയിന്റ്, ദിസ് ലോ determines the time limit for every service given by a government office. Third point, if the service is not given with this time limit, the responsible employee should pay a fine.
ആൻഡ് ഫോർത്ത് പോയിന്റ്, ആസ് പെർ ദിസ് റൈറ്റ് ടു സർവീസ് ആക്ട് ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ എവറി ഗവൺമെൻറ് ഓഫീസസ്. ശ്രദ്ധിക്കുക, നമ്മൾ റൈറ്റ് ടു സർവീസ് അഥവാ സേവനാവകാശത്തിൽ എഴുതേണ്ട നോട്ടുകളാണ് പറഞ്ഞത്. കൃത്യമായിട്ട് എഴുതാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, റെഡിയല്ലേ? യെസ്. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഏത് പറഞ്ഞു? റൈറ്റ് ടു സർവീസ് പറഞ്ഞു. ഇനി പറയാനുള്ളത് ശ്രദ്ധിക്കണേ, ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാൽ ആൻഡ് ലോകായുക്ത. പാലിൽ നിന്നൊന്നും വിചാരിക്കുമ്പോൾ ആട്ടുംപാല്, പശുവും പാല്, ഇങ്ങനെ പാലൊന്നും വിചാരിക്കേണ്ട. ലോക്പാൽ എന്താണ്? ലോക്പാലും ലോകായുക്തയും ഇത് രണ്ട് സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കല് ആൻഡ് ബ്യൂറോക്രാറ്റിക് ലെവൽ. അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കല് ആൻഡ് ബ്യൂറോക്രാറ്റിക് ലെവൽ. ഈ 3 ലെവലിൽ, രാഷ്ട്രീയ തലത്തിലോ ഭരണതലത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലോ എന്തെങ്കിലും അഴിമതിയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ടീമാണേത്? നമ്മുടെ ലോക്പാലും ലോകായുക്തയും. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ആൻ എൻക്വയറിംഗ് ഏജൻസി. എവിടുത്തെ എൻക്വയറി നടത്തുക? കറപ്ഷൻ അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് ലെവൽ. അന്വേഷണ ഏജൻസിയാണ് ഏത്? ലോക്പാൽ എന്ന് പറയുന്നത്. എവിടുത്തെ അന്വേഷണം? ഭരണതലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ എന്തെങ്കിലും അഴിമതിയുണ്ടെങ്കിൽ, കറപ്ഷൻ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള വിഭാഗമാണ് ആര്? കുറേ വിഭാഗക്കാരുണ്ട് ലോക്പാൽ. നമ്മൾ ഇനി പറയാൻ പോകുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷന്, ഓംബുഡ്സ്മാൻ, ഇങ്ങനെ കുറേ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണിത് ലോക്പാലും ലോകായുക്തയും. സിമ്പിളായിട്ട് അത്ര പഠിച്ചാൽ മതി, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോക്പാലിന്റെ പണി എന്താ ലോക്പാലിന്റെയും ലോകായുക്തത്തിന്റെ പണി? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഏതെങ്കിലും ഒരു ഭരണകർത്താവിനെതിരെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണം വരികയാണെന്നുണ്ടെങ്കിൽ ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിച്ച് അതിന് ഇന്ന ശിക്ഷ കൊടുക്കണം, ഇന്ന രീതിയിൽ കൊടുക്കണം, ഇന്ന തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നടപടികൾ, അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ടീമാണേത്? ലോക്പാലും ലോകായുക്തയും. അപ്പോൾ ലോക്പാലും ലോകായുക്തയും എന്താണ്? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോക്കിക്കോളി. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ദേശീയ തലത്തിൽ അഥവാ നാഷണൽ ലെവൽ, ഇന്ത്യ ആകെയുള്ള ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നോക്കുന്നതാണിത് നാഷണൽ ലെവൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ളതാണ് നമ്മുടെ ലോക്പാൽ. അതാണ് ലോക്പാൽ. എന്നാൽ സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ, ഓരോ സംസ്ഥാന തലത്തിലുള്ള ടീമിനെ വിളിക്കുന്ന പേരാണ് ലോകായുക്ത. എന്താണ്? ലോകായുക്ത. അപ്പോൾ ഒന്നുകൂടെ ഓർത്തു വെക്കേണ്ട കാര്യം, ദേശീയ തലത്തിൽ ലോക്പാലും സ്റ്റേറ്റ് അഥവാ സംസ്ഥാന തലത്തിൽ ലോകായുക്തയുമാണ് ഉള്ളത്. ഇത്രേ പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി പറയാനുള്ളത് അതിലേറെ ഈസിയാണ്. അപ്പോൾ ലോക്പാലും ലോകായുക്തയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഭരണതലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ അതല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലോ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ, കറപ്ഷൻ അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽ, ഈ ലെവലിൽ എവിടെയെങ്കിലും കറപ്ഷൻ, അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിയെ കണ്ടുപിടിച്ച് അതിനെതിരെ ആക്ഷൻ നടത്താനുള്ള ടീമാണ് ഏത്? ലോക്പാലും ലോകായുക്തയും. അത് ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ ലോക്പാൽ, ഇന്ത്യ മൊത്തമാണെന്നുണ്ടെങ്കിൽ. ഇനി സ്റ്റേറ്റ്, സംസ്ഥാന തലത്തിൽ ഓരോ സംസ്ഥാനത്തിലും ഉണ്ടാവും ഇതേപോലൊരു ടീം. ആ ടീമിനെ വിളിക്കുന്ന പേരാണെന്ത്? ലോകായുക്ത. എന്താണ്? ലോകായുക്ത. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നോട്ട് പറയാൻ പോവുകയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഹെഡിങ് എഴുതുക, ലോക്പാൽ ആൻഡ് ലോകായുക്ത. ആദ്യം മലയാളം മീഡിയം പറഞ്ഞു തരാം. ക്ലിയർ അല്ലേ? മലയാളം മീഡിയം ശ്രദ്ധിച്ചോളൂ. പോയിന്റ് 1, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും. സെക്കൻഡ് പോയിന്റ്, പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിക്കാനും ഇവക്ക് അധികാരമുണ്ട്. അടുത്ത പോയിന്റ്, ദേശീയ തലത്തിൽ
ഹൈഫണിട ലോക്പാലും സംസ്ഥാന തലത്തിൽ ഹൈഫണിട ലോകായുക്തയുമാണ് നിലവിലുള്ളത്. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്ക്രീനിൽ കാണുന്നത് പോലെ പോയിന്റ് ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിലും പോയിന്റ് ഇട്ടിട്ട് ദേശീയ തലത്തിൽ ഹൈഫൺ ലോക്പാൽ, സംസ്ഥാന തലത്തിൽ ഹൈഫൺ ലോകായുക്ത എങ്ങനെ ചെയ്താൽ മതി. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കൂ. ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് എഴുതണേ. ഫസ്റ്റ് പോയിന്റ്, these institution constituted to prevent corruption at administrative, bureaucratic and political level. Second point, they has power to register cases on issues of corruption against employees and public workers and can suggest necessary actions. Third point എഴുതാം, national level ഹൈഫൺ ലോക്പാൽ, സ്റ്റേറ്റ് ലെവൽ ഹൈഫൺ ലോകായുക്ത. സ്ക്രീനിൽ കാണുന്നത് പോലെ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇതാണ് ലോക്പാലും ലോകായുക്തയും. ക്ലിയർ? യെസ് ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കാണ് സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്. ഈ പാഠഭാഗത്തിലെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എന്താണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ശ്രദ്ധിക്കാം, എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്പാല് ലോകായുക്ത പോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ അഴിമതി കാണിച്ചാൽ അത് അന്വേഷിക്കാനുള്ള വേറൊരു വിഭാഗം, വേറൊരു സ്ഥാപനമാണിത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള അഴിമതി അന്വേഷിക്കാനുള്ള ഒരു സ്ഥാപനമാണിത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ദേശീയ തലത്തിലുള്ള സ്ഥാപനം. എവിടെ? ഇന്ത്യ പൊതുവായിട്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണിത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രലാണ്, ഓർത്തു വെക്കുക, സ്റ്റേറ്റ് അല്ല, സെൻട്രൽ. ഓക്കെ. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയാനുള്ള ഒരു കമ്മീഷനാണിത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇറ്റ് ഈസ് എ കമ്മീഷൻ ടു പ്രിവെൻറ്റ് കറപ്ഷൻ അറ്റ് എ നാഷണൽ ലെവൽ. നാഷണൽ ലെവലിലുള്ള അഴിമതികൾ തടയാനുള്ള ഒരു കമ്മീഷനാണ് ആര്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കാം. അപ്പോൾ എന്നാണ് നമ്മുടെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത്? ശ്രദ്ധിച്ചോളൂ. 1964 1964 അഥവാ 1964 നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഇനി ആരാണ് അതിൻ്റെ ഹെഡ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ? ഇന്ത്യയിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരാളുണ്ടാവും. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് വിജിലൻസ് കമ്മീഷണർ. എന്താ വിളിക്കുക? വിജിലൻസ് കമ്മീഷണർ. ഓർത്തു വെക്കുക. ഇത്ര സിമ്പിളായിട്ട് വിജിലൻസ് കമ്മീഷൻ, അതിൻ്റെ തലവനെ വിജിലൻസ് കമ്മീഷണർ, ഹെഡ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ താഴെ എന്തുണ്ടാവും? നമ്മളെ ഒരുപാട് വകുപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കി നിങ്ങൾ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും അല്ലേ, അഥവാ ആരോഗ്യ വകുപ്പ് ഉണ്ടാവും, മിലിറ്ററി ഉണ്ടാവും അല്ലേ, മിലിറ്ററി വകുപ്പ് ഉണ്ടാവും. ഇനിയാണെങ്കിലോ വേറെ ഏതെങ്കിലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവില്ലേ. ഇപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ തലപ്പത്ത് ഓരോരുത്തരെ വെക്കും ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലപ്പത്ത് എന്തുണ്ടാവും? ഓരോരുത്തരെ ആര് വെക്കും? ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ വെക്കും. അവർ വിളിക്കുന്ന പേരാണ് സെൻട്രൽ വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസർ. എന്താണ്? വിജിലൻസ് ഓഫീസർ. ഇയാളെന്താ വിളിക്കുക? വിജിലൻസ് കമ്മീഷണർ. ഇയാളെന്താ വിളിക്കുക? വിജിലൻസ് കമ്മീഷണർ. അപ്പോൾ ഓർത്ത് വെക്കാം, ഏറ്റവും ഹെഡ് ആരാ? വിജിലൻസ് കമ്മീഷന്റെ ഇന്ത്യയിലെ ഹെഡ് എന്ന് പറയുന്നത് ആരാ? വിജിലൻസ് കമ്മീഷണർ. അദ്ദേഹത്തിന്റെ കീഴിൽ ഓരോ വകുപ്പിന് കീഴിൽ എന്തുണ്ടാവും? ഓരോരുത്തരുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? അവർ വിളിക്കുന്ന പേര് വിജിലൻസ് ഓഫീസർ. എന്താ വിളിക്കുക? വിജിലൻസ് ഓഫീസർ. ഇതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ വിജിലൻസ് കമ്മീഷൻ അന്വേഷിക്കുകയും അതിനെതിരെ എന്തെടുക്കും? കേസെടുക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആദ്യമൊക്കെ എന്തുള്ളായിരുന്നോ? ഇന്ത്യ മൊത്തം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം നോക്കാനേ ഈ വിജിലൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും എന്തുണ്ട്? ഓരോ വിജിലൻസ് കമ്മീഷണർ ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും ഓരോ സംസ്ഥാനങ്ങളിലും ഇതേപോലെ ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ളതുപോലെ ഓരോ സംസ്ഥാനത്തിലും എന്തുണ്ട്? പ്രത്യേകം വിജിലൻസ് കമ്മീഷണർ, വിജിലൻസ് കമ്മീഷന് നിലവിലുണ്ട്. മാത്രമല്ല ഈ വിജിലൻസ് കേസുകൾ മാത്രം, കാരണം ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കൂടിയപ്പോൾ ഒരുപാട് കേസായി.
അപ്പം മറ്റു കോടതിക്ക് ഈ കേസൊക്കെ പാടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് കേസുകളായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്തു, വിജിലൻസ് കേസുകൾ മാത്രം നോക്കാൻ ഒരു പ്രത്യേക കോടതി ആരംഭിച്ചു. അതാണ് വിജിലൻസ് കോടതി, വിജിലൻസ് കോർട്ട്, വിജിലൻസ് കോടതി അഥവാ വിജിലൻസ് കോർട്ട്. അപ്പോൾ ഇതാണ് വിജിലൻസ് കമ്മീഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചു വെക്കുക. ദേശീയ തലത്തിലുള്ള അഴിമതി നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 1964 1964 രൂപീകൃതമായ കമ്മീഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അതിൻ്റെ ഹെഡ് ആരാണ്? ഹെഡാരാ? ഒരു വിജിലൻസ് കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ കീഴിലാരാ? ഓരോ വകുപ്പിനും ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടാവും. മാത്രമല്ല എന്തുണ്ട്, ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലും എന്തുണ്ട്, ഓരോ വിജിലൻസ് കമ്മീഷനും നിലവിലുണ്ട്. മാത്രമല്ല വിജിലൻസ് കേസുകൾ മാത്രം നോക്കാൻ വിജിലൻസ് കോർട്ടുകൾ അഥവാ വിജിലൻസ് കോടതികളും ഇന്ന് നിലവിലുണ്ട്. നോട്ട് എഴുതിയാലോ? റെഡിയല്ലേ? നോട്ട് എഴുതാൻ റെഡിയല്ലേ? ഹെഡിങ് എഴുതിക്കോളൂ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയവും ഹെഡിങ് എഴുതുക. നോക്കിയാലോ നോട്ട്? ഹെഡിങ് എഴുതുക, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഫസ്റ്റ് പോയിന്റ് മലയാളം മീഡിയം ആണ്. പോയിന്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് പോയിന്റ്, അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ മറ്റൊരു സ്ഥാപനമാണിത്. രൂപീകരണം 1964. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. ഇതിൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. അതിൻ്റെ കീഴിലായി ഓരോ വകുപ്പിലും ഒരു മുഖ്യ വിജിലൻസ് ഓഫീസറും ഉണ്ടാവും. ചുമതല എന്താണ് ഇവരുടെ ചുമതല? വിജിലൻസ് കേസുകൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, ഇപ്പോൾ ഇതേ മാതൃകയിൽ എല്ലാ സംസ്ഥാനത്തും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ചുമതല? സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അഴിമതി അന്വേഷിക്കലാണ് അവരുടെ ചുമതല. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, ഇന്ന് വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്യാൻ വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോളൂ. ദിസ് കമ്മീഷൻ ഫോംഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻ അറ്റ് എ നാഷണൽ ലെവൽ. സെക്കൻഡ് പോയിന്റ്, ഫോംഡ് 1964. Formed to prevent corruption in the central government offices. Head, Central Vigilance Commissioner. And every department there will be a Chief Vigilance Officer. Duty to inquire into vigilance cases and take necessary actions. Now, State Vigilance Commission formed in all states. Duty prevent corruption at state level. Now vigilance courts are also existed. Okay, അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും നമുക്ക് അവസാനിച്ചു കഴിഞ്ഞു. ഇനി പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ പാഠത്തിലെ അവസാനത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താ സന്തോഷം മുഖത്തൊക്കെ. പാഠം കഴിയാന്ന് പറയുമ്പോഴേ ബേജാറാവണ്ട, പാഠം കഴിഞ്ഞാൽ നല്ലൊരു എക്സാം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ ഉഷാറായിട്ട് പഠിക്കാൻ നോക്കുക. നോട്ടുകൾ കൃത്യമായിട്ട് നൽകുന്നുണ്ടല്ലോ. ഓക്കെ, അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മക്കളെ, നമ്മൾ ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടോപ്പിക്കിൻ്റെ പേര് ഓംബുഡ്സ്മാൻ. എന്താണ്? ഓംബുഡ്സ്മാൻ. ഹോമം ചെയ്യേ പൂജ ചെയ്യുന്നല്ല, ഓം അത് ചെയ്യുന്നല്ല, അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, യെസ്, നോക്കിക്കോളൂ. നമ്മൾ എന്താണ് ഓംബുഡ്സ്മാൻ? നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ആളുകൾ അഥവാ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, അവരോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ അഴിമതിയോ അതല്ലെങ്കിൽ സ്വജനപക്ഷപാതം. എന്താ സ്വജനപക്ഷപാതം പറഞ്ഞാൽ? സ്വജനപക്ഷപാതം അഥവാ അവനാൻ്റെ പക്ഷം, അവനാൻ്റെ ജനങ്ങളുണ്ടല്ലോ, അവനാൻ്റെ സമുദായം, അവനാൻ്റെ പാർട്ടിക്കാർ, അവനാൻ്റെ ആൾക്കാർ, അങ്ങനത്തെ ആളുകൾക്ക് മാത്രം ജോലി, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് മാത്രം സേവനം, അങ്ങനത്തെ ആളുകൾക്ക് മാത്രം എന്തെങ്കിലും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അതാണ് സ്വജനപക്ഷപാതം. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അതല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ അതല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ അഥവാ അവൻ്റെ ചുമതല ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അഴിമതി അഥവാ കറപ്ഷൻ,
അഴിമതി അഥവാ കറപ്ഷൻ. രണ്ടാമത് സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസം. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കുക, നെപ്പോട്ടിസം പറഞ്ഞുതരും, നോട്ട് തരുമ്പോൾ പറഞ്ഞുതരും നെപ്പോട്ടിസം. അതുപോലെ എന്ത് ചെയ്യുക, ധനദുർവിനിയോഗം, പൈസ വേണ്ടാത്ത കാര്യത്തിന് ദൂർത്തടിച്ച് ഉപയോഗിച്ചു. മിസ് അപ്രോപ്രിയേഷൻ അഥവാ ഫിനാൻഷ്യൽ മിസ് അപ്രോപ്രിയേഷൻ. നാലാമത്തെ എന്താ, ചുമതലകളിൽ വീഴ്ച വരുത്തുക, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജനപ്രതിനിധിക്കെതിരെ അതല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, പരാതി നൽകാം. ആർക്കായി പരാതി കൊണ്ടേ കൊടുക്കുക? ആരുടെ മുന്നിലായി പരാതി കൊടുക്കേണ്ടത്? ആരുടെ മുന്നിലാണ് കൊടുക്കാൻ പറ്റുക? ആ കൊടുക്കാൻ പറ്റുന്ന ആളെ പേരാണ് എന്ത്, ഓംബുഡ്സ്മാൻ. നമ്മൾ കൊണ്ടുപോയിട്ട് ആരുടെ മുന്നിലാണ് പരാതി കൊടുക്കേണ്ടത്? ഓംബുഡ്സ്മാൻ്റെ കയ്യിൽ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, if elected representatives or bureaucrats do corruption, nepotism, financial misappropriation, or ഒന്നുകൂടെ പറഞ്ഞല്ലോ, എന്താണ് ഓർത്തെടുക്കുക? ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷനും പിന്നെ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. We can approach with complaints in front of ombudsman. ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയോ ഉദ്യോഗസ്ഥനോ സ്വജനപക്ഷപാതമോ അഴിമതിയോ ധനദുർവിനിയോഗമോ അവനാം ചെയ്യുന്ന പണിയിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിനെതിരെ, ആ ഉദ്യോഗസ്ഥനെതിരെ, ആ വ്യക്തിക്കെതിരെ നമുക്ക് പരാതിയുമായിട്ട് ആരുടെ മുന്നിൽ പോകാം? ഓംബുഡ്സ്മാൻ്റെ മുന്നിൽ പോകാം. ആരാ ഈ ഓംബുഡ്സ്മാൻ? ഹൂ ഈസ് ഓംബുഡ്സ്മാൻ? ആരാ ഓംബുഡ്സ്മാൻ? ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയെ പറയുന്ന അങ്ങനത്തെ ഒരാളെയാണ് എന്ത് ചെയ്യുക, ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കപ്പെട്ട. എന്താ പ്രത്യേകത? ആരാ ഓംബുഡ്സ്മാൻ? റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി, എ റിട്ടയർഡ് ഹൈക്കോർട്ട് ജസ്റ്റിസ്. ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതിയെ ജഡ്ജിയെയാണ് എന്ത് ചെയ്യുക, ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുക. അങ്ങനെ എന്തെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാന് ആ പരാതി കൊടുത്ത ആളെ പേരിലോ അല്ലാത്ത പേരിലോ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ അധികാരം ആർക്കുണ്ട്? ഈ ഓംബുഡ്സ്മാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പരാതി കൊടുത്ത ഞാനാണ് ഉദ്യോഗസ്ഥനെങ്കിൽ, ഞാനാണ് അഴിമതി ചെയ്തതെങ്കിൽ, എനിക്കെതിരെ നിങ്ങളാണ് പരാതി കൊടുത്തതെങ്കിൽ എന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും എനിക്കെതിരെ അന്വേഷണം നടത്താനും ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഇത് തുടങ്ങുന്നത് എവിടെ അറിയോ? ബാങ്കിങ് സെക്ടറിൽ, ബാങ്കിങ് രംഗത്ത്, ബാങ്കുകളിലൊക്കെ ഒരുപാട് അഴിമതികളും മറ്റും കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പോൾ അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഓംബുഡ്സ്മാൻ എന്ന സംവിധാനം ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ എല്ലാ മേഖലയിലും ഈ ഓംബുഡ്സ്മാന് നിയമിക്കപ്പെടുകയും അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഒരുപാട് പരാതികൾ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? അതാണ് ഓംബുഡ്സ്മാൻ. സിമ്പിൾ ഒരു മാനാണ്, ഒരു മനുഷ്യനാണ്, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. നമുക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അയാളെ മുന്നിൽ കൊണ്ടേ കൊടുക്കുക. അയാൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക. അഴിമതി ചെയ്തു അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ചെയ്തു അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തു എന്ന് തെളിയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ അങ്ങോട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അതാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ്റെ നോട്ട് എഴുതിയാലോ? ഹെഡിങ് എഴുതിക്കോളി, ഓംബുഡ്സ്മാൻ. ഓക്കെ, എഴുതിക്കോളി ഓംബുഡ്സ്മാൻ. നോട്ട് എഴുതിക്കോളൂ, മലയാളം മീഡിയം. ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടുന്നത്. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ആദ്യഘട്ടത്തിൽ ബാങ്കിംഗ് രംഗത്തായിരുന്നു ഓംബുഡ്സ്മാൻ സംവിധാനത്തിൻ്റെ തുടക്കം. പിന്നീട് എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയുണ്ടായി. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോളൂ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫസ്റ്റ് പോയിന്റ്, if elected representatives and bureaucrats do corruption, nepotism, financial misappropriation or negligence of duties, we can approach with the complaints in front of ombudsman. A retired judge of the High Court is appointed as the ombudsman. Ombudsman has the power to summon anyone, അഥവാ എല്ലാവരെയും ഒരുമിച്ച് ആരെയും വിളിച്ചു വരുത്താൻ അന്വേഷണത്തിന്, someone,
ഓക്കെ, someone, anyone and can order enquiry and recommend actions. This ombudsman system first started in banking sector, then that spreaded in every departments. Okay, പൊന്നു മക്കളെ, നമ്മൾ മൂന്നാമത്തെ പാഠം കുറച്ച് കാലമായി തുടങ്ങിയിട്ടില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടോ? തുടക്കം മുതൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, അതുപോലെ പൊതുഭരണത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭരണ നവീകരണം, അതിൽ കുറേ കാര്യങ്ങൾ, വിവരാവകാശ കമ്മീഷന്, അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്, അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ ഓംബുഡ്സ്മാൻ വരെ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, നല്ല രസമായിട്ടുള്ള ചാപ്റ്ററാണ്, രസകരമായിട്ടുള്ള ചാപ്റ്ററാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചില പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോഡ് നൽകിയിട്ടുണ്ട്. കോഡൊന്നും മറന്നിട്ടില്ലല്ലോ? മറക്കൂലാന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രേഷ്ഠിയോരാവായി ഓർമ്മയുണ്ടോ? എന്താ ശ്രേഷ്ഠിയോരാവായി? ഒന്ന് എഴുതിയിട്ട് ഒന്ന് പുസ്തകം വരച്ചിട്ട് നോക്കുക. അപ്പോൾ വളരെ ഉഷാറായിട്ട് നിങ്ങൾ സഹകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഈ പാവം സാർ പ്രതീക്ഷിക്കുകയാണ്. പാവാണേ, ജീവിച്ചു പോണ്ടേ, ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററോടെ വൈൻഡപ്പ് ചെയ്യാണ്. തൊട്ടടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾ ഉഷാറാക്കി പഠിച്ച് നല്ല അടിച്ച് പൊളിച്ച് പൊതുഭരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നട്ടപ്പാതിരാക്ക് ആര് ചോദിച്ചു കഴിഞ്ഞാലും എണീറ്റ് നിന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണം. മനസ്സിലാവുണ്ടല്ലോ? ആ രീതിയിൽ പഠിച്ച് ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് വീണ്ടും കാണാം. ശരി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.